ഹായ്, ഐ ആം തോമസ്. നമുക്കിന്ന് ഡീപ്‌സീക്ക് സേഫ് ആണോ എന്ന് നോക്കാം. ഡീപ്‌സീക്ക് ഒരു ചൈനീസ് വെബ്സൈറ്റ് ആണ്. ചാറ്റ് ജിപിടിനെ കോമ്പീറ്റ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്ന ഒരു വെബ്സൈറ്റ് ആണ്. നമുക്ക് ഇത് എത്രത്തോളം സേഫ് ആണെന്ന് നോക്കാം. ഞാൻ ഡീപ്‌സീക്കിനോട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോവാണ്. സോ ചൈനീസ് ഗവൺമെന്റിനെ കൊണ്ട് പോസിറ്റീവും നെഗറ്റീവും കാര്യങ്ങൾ ചോദിച്ചപ്പോൾ അവരുടെ ആൻസർ ഇതായിരുന്നു. ഐ ആം നോട്ട് ഷുവർ അപ്പോൾ ദിസ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്. സോ ഞാൻ ആ ക്വസ്റ്റ്യൻ വീണ്ടും കോപ്പി പേസ്റ്റ് ചെയ്ത് ഇവിടെ ചൈനീസ് മാറ്റി ഇന്ത്യ കൊടുക്കാൻ പോവാണ്. സോ അവർ തിങ്ക് ചെയ്യാൻ തുടങ്ങി. ഇന്ത്യയുടെ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് എല്ലാം വന്നു. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ചൈനയുടെ ഡാറ്റ പിടിച്ചു വെച്ചേക്കാണ്. അവർ ആരായിട്ടും ഷെയർ ചെയ്യുന്നില്ല ഈ ഡാറ്റയൊന്നും. ബാക്കി എല്ലാ കാര്യങ്ങളും ഇന്ത്യയുടെ എല്ലാ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് വന്നു. പക്ഷേ ചൈനയുടെ ഒരു പോസിറ്റീവ് നെഗറ്റീവും പുറത്ത് വന്നിട്ടില്ല. ഞാൻ വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോണ്. ആന്ധ്രാപ്രദേശ് ഇന്ത്യയുടെ ഭാഗമാണോ എന്ന്? സെയിം ആൻസർ. അപ്പുറം ദിസ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ യെറ്റ്. ഞാൻ വേറെ ഒരു ക്വസ്റ്റ്യൻ കൂടി ചോദിക്കുകയാണ്. ഞാൻ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഏതൊക്കെയാണ് ഇന്ത്യൻ ഈസ്റ്റേൺ സ്റ്റേറ്റ്സ്? അവർ തിങ്ക് ചെയ്ത് ടൈപ്പ് ചെയ്തു. പക്ഷെ എല്ലാം അവർ മായ്ച്ച് കളഞ്ഞു. എന്നിട്ട് വന്നു ഐ ആം നോട്ട് ഷുവർ ഹൗ ടു അപ്രോച്ച് ദിസ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് ചാറ്റ് ജിപിടിയോട് ഒന്ന് ചോദിക്കാം. ചാറ്റ് ജിപിടിയോട് ഈ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ എന്താ ആൻസർ നമുക്ക് നോക്കാം. ഇന്ത്യൻ ഈസ്റ്റേൺ സ്റ്റേറ്റ്സ് കണ്ട ചാറ്റ് ജിപിടി പെട്ടെന്ന് ഉത്തരം തന്നു. വെസ്റ്റ് ബംഗാൾ, ഒഡീഷ, അരുണാചൽ പ്രദേശ് എല്ലാം വരുന്നുണ്ട്. ചാറ്റ് ജിപിടി നന്നായി ആൻസർ ചെയ്തു. നമുക്ക് അരുണാചൽ കാര്യം ചോദിക്കാം. കറക്റ്റ് തോന്നുന്നു. യെസ്, കറക്റ്റ് ഉത്തരവാണ്. അരുണാചൽ ഇന്ത്യൻ സ്റ്റേറ്റ് ആണെന്ന്. പക്ഷേ ചൈന അരുണാചൽ ഇന്ത്യൻ സ്റ്റേറ്റ് ആണെന്ന് മാനിക്കുന്നില്ല. ആൻഡ് അവരുടെ ഡാറ്റ ഫുൾ അവർ സെക്യൂർ ചെയ്ത് വെച്ചേക്കാണ്. ഒന്നും ആർക്കും ഷെയർ ചെയ്യുന്നില്ല. ചാറ്റ് ജിപിടിയുടെ ഓണറായ സാം ആൾട്ട്മാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് അവരുടെ കോപ്പിയാണ്. ഇത് അവരിൽ നിന്ന് കോപ്പി ചെയ്ത് ഉണ്ടാക്കിയതാണ് ഡീപ് സീക്ക് എന്ന്. അവൻ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഡീപ് സീക്കിന്റെ സ്വന്തം വെബ്സൈറ്റിൽ വരെ അവര് കൊടുത്തേക്കുന്നത് വി സ്റ്റോർ യുവർ ഇൻഫർമേഷൻ ആൻഡ് ഷെയർ ചെയ്യും. ഔട്ട് ഇൻഫർമേഷൻ വി കളക്ട് ഇൻ സെക്യൂർ സർവീസ് വി ട്രാൻസ്ഫർ ഫ്രം പേഴ്സണൽ ഇൻഫർമേഷൻ. ചൈനയ്ക്കും പുറത്തും എല്ലാം ഇത് ഇൻഫർമേഷൻ ട്രാൻസ്ഫർ ചെയ്യാൻ ഇവർക്ക് അധികാരമുണ്ട് എന്നാണ് അവരുടെ ഇത് പറയുന്നത്. ഫീ സ്റ്റോർ ഇൻഫർമേഷൻ, ഷെയറിംഗ് ഇൻഫർമേഷൻ. അവർ ഓപ്പൺ ആയിട്ട് പറയുന്നുണ്ട്. ഡാറ്റ അവർ കളക്ട് ചെയ്യും ആൻഡ് ഷെയർ ചെയ്യും. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ജസ്റ്റ് കമന്റ് ചെയ്യുക. താങ്ക് യു.